പാതയോരമാകെ ചുവപ്പിച്ച് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി എസ് ജയമോഹന്റെ റോഡ് ഷോ. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം കൊല്ലത്തെ ജനത മനസ്സാൽ സ്വീകരിച്ചു. മത്സ്യത്തൊഴിലാളികൾ ജില്ലയിലെ ഭരതർ പരവർ സമുദായത്തിൽപ്പെട്ട ക്രൈസ്തവർ നേരിടുന്ന ജാതി സർട്ടിഫിക്കറ്റ് പ്രതിസന്ധിയാണ് ഇത്തവണ എസ് ജയമോഹന്റെ ഇടപെടലിലൂടെ പരിഹാരം കണ്ടത്. LDF പ്രവർത്തകർ പാർട്ടി പതാകകളും ബലൂണുകളുമായി ഇരുചക്ര വാഹനങ്ങൾ റോഡ് ഷോയിൽ അണിനിരന്നു. പാതയോരങ്ങളിൽ സ്ഥാനാർത്ഥിയെ കാണാനായി വ്യാപാരികളും പൊതുജനങ്ങളും തടിച്ചുകൂടി. കൊല്ലം ജില്ലയിലെ ഭരതർ പരവർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമായിരുന്നു. ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അർഹരായവർക്ക് നീതി ലഭ്യമാക്കുന്നതിനും എസ് ജയമോഹൻ ഇടപെട്ടു. ഫലവും കണ്ടു. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവും ഈ വിഷയത്തിലെ സർക്കാർ ഉത്തരവും ഒരേ ദിവസം തന്നെ വന്നത് ഇരട്ടി മധുരമായി. മൂതാക്കരയിലെ ജനങ്ങൾ മധുരം വിതരണം ചെയ്ത് എസ് ജയമോഹന്റെ റോഡ് ഷോയെ വരവേറ്റു. ഞങ്ങൾക്ക് ഈ ഭരണത്തിന്റെ ആനുകൂല്യം വിദ്യാഭ്യാസ മേഖലയായാലും ശരി, മറ്റുള്ള ഈ സീറ്റ് കാരണത്തിനായാലും ശരി, എല്ലാ ആനുകൂല്യം തന്നുകൊണ്ടിരുന്നു. 2016 ശേഷം അത് പാടെ നിർത്തലാക്കി. ഇപ്പോൾ ഏതാണ്ട് സർക്കാരിൽ ഒരു അയവുണ്ടായി. വീണ്ടും അത് പുനരധിവാസം ചെയ്ത് തരാൻ വേണ്ടി ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. 2016 ശേഷം ഞങ്ങളുടെ ഈ ജാതി സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ചിരുന്നു. നമ്മുടെ പടപ്പക്കരയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് ഈ ജാതി ഇല്ലന്നുള്ള കൊല്ലം ജില്ലയിൽ ഈ ഭരത എന്ന് പറയുന്ന ജാതി ഇല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ പിള്ളേർക്ക് പഠനത്തിന് ആവശ്യമായ പിന്നെ ഒരു ആനുകൂല്യങ്ങളോ ജോലി സംബന്ധമായ ആനുകൂല്യങ്ങളോ ഒന്നും ഈ ജാതിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഈ ഉത്തരവ് കിട്ടി. അതിന് പിന്നെ നമ്മൾ ഇത് സർക്കാരിനോട് ഒരുപാട് നന്ദി പറയുന്നു. കേരളത്തിന്റെ സൈന്യത്തിനുള്ള സർക്കാരിന്റെ നന്ദിയാണ് പ്രകടിപ്പിച്ചതെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എസ് ജയമോഹൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ ജീവൻ പണയം വെച്ച് മറ്റൊരാളിന്റെ ജീവൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം സൈന്യമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ആദരിക്കാനാണ് ആദ്യമായി ഇവിടെ കടന്നു വന്നത് എന്നതാണ്. മത്സ്യത്തൊഴിലാളികളോടും പാവപ്പെട്ടവരോടും ഇടതുപക്ഷത്തിലുള്ള കടപ്പാട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള കടപ്പാടാണ് ഇതുവഴി തെളിയിക്കപ്പെട്ടത്. കൊല്ലം നഗര ഗ്രാമ തീരമേഖലയിലെ ജനങ്ങളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ച ജയമോഹന് ജയിച്ചു വരാൻ നാട്ടുകാർ ആശംസകൾ നേർന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.